ഹരേ കൃഷ്ണ. ഏപ്രിൽ 26 മുതൽ മെയ് 2 വരെയുള്ള ഈ വാരത്തിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ ആകാശത്തിലെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ നമ്മൾ വളരെ സവിശേഷമായ ഒരു ഊർജ്ജസ്വലമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് കാണാം. ഏപ്രിൽ മാസം പിന്നിട്ട് മെയ് മാസത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പ്രപഞ്ചം നമ്മോട് പറയുന്നത് കർമ്മത്തിന്റെയും ക്ഷമയുടെയും ഒരു സമന്വയത്തെക്കുറിച്ചാണ്. ഏപ്രിൽ മാസം കഴിഞ്ഞ് മെയ് മാസം പിറക്കുന്ന ഈ ആഴ്ച സൂര്യൻ മേടം രാശിയിലാണ് നിൽക്കുന്നത്. ചൊവ്വയും ശനിയും മീനത്തിലും വ്യാഴം മിഥുനത്തിലും ശുക്രൻ ഇടവത്തിലും നിൽക്കുന്നു. സൂര്യൻ ഇപ്പോൾ മേടം രാശിയിൽ ഉച്ചസ്ഥിതിയിലാണ് നിൽക്കുന്നത്. ജ്യോതിഷത്തിൽ സൂര്യൻ ആത്മവിശ്വാസം, അധികാരം, നേതൃത്വം എന്നിവയുടെ പ്രതീകമാണ്. മേടം രാശിയിലെത്തുമ്പോൾ സൂര്യൻ അതിന്റെ പരമാവധി കരുത്ത് നേടുന്നു. ഇത് നമ്മുടെ ഉള്ളിലുള്ള അഗ്നിയെ അഥവാ ഇച്ഛാശക്തിയെ ജ്വലിപ്പിക്കുന്ന സമയമാണ്. പുതിയ കാര്യങ്ങൾ തുടങ്ങാനും മടിച്ചു നിൽക്കുന്ന തീരുമാനങ്ങൾ ധൈര്യപൂർവ്വം എടുക്കാനും ഈ വാരം ഉത്തമമാണ്. തൊഴിൽപരമായ വലിയ കുതിച്ചുചാട്ടങ്ങൾക്കും നേതൃത്വപരമായ പദവികൾ ഏറ്റെടുക്കാനും ഈ സൂര്യൻ നമുക്ക് ഊർജം നൽകുന്നു. ഇതൊരു സങ്കീർണമായ ഗ്രഹയോഗമാണ്. ചൊവ്വ ഊർജ്ജസ്വലതയുടെയും ശനി അച്ചടക്കത്തിന്റെയും കാഠിന്യത്തിന്റെയും പ്രതീകമാണ്. മീനം രാശിയിൽ ഈ രണ്ട് പ്രബല ഗ്രഹങ്ങൾ ചേരുമ്പോൾ അത് ഒരു അഗ്നി ജല പോരാട്ടത്തിന് സമാനമാണ്. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചൊവ്വ നമ്മെ പ്രേരിപ്പിക്കുമെങ്കിലും ശനി നമ്മെ തടയുകയും ക്ഷമ പാലിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യും. അനാവശ്യമായ ധൃതികൾ ഒഴിവാക്കാനും കഠിനാധ്വാനം ചെയ്യുന്ന കാര്യങ്ങളിൽ സാവകാശം പുലർത്താനും ഈ സംയോജനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വൈകാരികമായ കാര്യങ്ങളിൽ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. ശുക്രൻ ഇടവം രാശിയിൽ സ്വന്തം വീട്ടിൽ നിൽക്കുന്നത് വളരെ വലിയൊരു അനുഗ്രഹമാണ്. ഇത് സുഖസൗകര്യങ്ങൾ, സാമ്പത്തിക ലാഭം, സൗന്ദര്യം, ദാമ്പത്യ ബന്ധങ്ങൾ എന്നിവയിൽ വലിയ പുരോഗതി കൊണ്ടുവരും. വാക്ചാതുര്യം, അറിവ്, ആശയവിനിമയം എന്നിവയുടെ ഗ്രഹമായ വ്യാഴം മിഥുനത്തിൽ നിൽക്കുന്നത് പുതിയ ആശയങ്ങൾക്കും പഠനങ്ങൾക്കും അവസരമൊരുക്കുന്നു. നെറ്റ്വർക്കിംഗ്, പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കൽ, അറിവ് പങ്കുവെക്കൽ എന്നിവയ്ക്ക് ഈ വാരം വളരെ ഉചിതമാണ്. ഈ വാരം ആഗ്രഹങ്ങൾക്ക് പുറകെ ഓടുമ്പോൾ അവ പ്രാവർത്തികമാക്കാനുള്ള ക്ഷമയും കൂടി കൈമുതലാക്കിയാൽ തീർച്ചയായും നേട്ടങ്ങൾ നിങ്ങളുടെ പടിവാതിൽക്കൽ എത്തും. ജീവിതത്തിൽ എന്ത് വെല്ലുവിളികൾ ഉണ്ടായാലും ഈ ഗ്രഹനില നമ്മെ പഠിപ്പിക്കുന്നത് ഒരേ കാര്യമാണ്: ഉള്ളിലെ അഗ്നിയെ കെടുത്താതെ കാക്കുമ്പോൾ തന്നെ പ്രായോഗികമായ ചിന്തകൾക്ക് കൂടി ഇടം നൽകുക. ഇനി ഓരോ രാശിക്കാരെയും ഈ ഗ്രഹനില എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. മേടം രാശി, അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം. ലഗ്നാധിപനായ ചൊവ്വ മീനത്തിൽ നിൽക്കുമ്പോഴും സൂര്യൻ നിങ്ങളുടെ രാശിയിൽ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾക്ക് വലിയൊരു ഊർജ്ജസ്വലത ലഭിക്കും. ആത്മവിശ്വാസം വാനോളം ഉയരും. എന്നാൽ അമിതമായ ആവേശം കാരണം എടുത്തുചാട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ 2 വട്ടം ചിന്തിക്കുക. ഈ ആഴ്ച നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ പ്രതീക്ഷിക്കാം. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും. കുടുംബകാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കൂടുതൽ യാത്ര വേണ്ടിവരും. ജോലി രംഗത്ത് കൂടുതൽ ശ്രദ്ധ വേണം. തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവുക. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഭക്ഷണക്രമത്തിൽ നിയന്ത്രണം പാലിക്കുക. ഇടവം രാശി, കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി. ശുക്രൻ നിങ്ങളുടെ രാശിയിൽ സ്വന്തം വീട്ടിൽ ബലവാനായി നിൽക്കുന്നത് ഈ ആഴ്ച നിങ്ങൾക്ക് സാമ്പത്തികമായും വ്യക്തിപരമായും മികച്ച നേട്ടങ്ങൾ കൊണ്ടുവരും. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും. കലാസാഹിത്യ മേഖലയിലുള്ളവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും. എന്നാൽ ശനി ചൊവ്വ സ്വാധീനം മൂലം ചെറിയ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം. അത് യോഗയോ ധ്യാനമോ വഴി ലഘൂകരിക്കാവുന്നതാണ്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടായേക്കാം. പണം ചെലവാക്കുന്നതിൽ അല്പം നിയന്ത്രണം പാലിക്കുക.
മിഥുനം രാശി. മകൈര്യത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ. വ്യാഴം നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്നത് അറിവ് വർദ്ധിപ്പിക്കാനും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും സഹായിക്കും. തൊഴിൽ രംഗത്ത് മേലാധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. എങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ അമിതമായ വിശ്വസ്തത മറ്റുള്ളവരിൽ അർപ്പിക്കരുത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും. ദൂരയാത്രകൾ ചെയ്യുമ്പോൾ രേഖകൾ കൈവശം സൂക്ഷിക്കുക. യാത്രകൾ ഗുണകരമാകും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ സ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. കർക്കിടകം രാശി. പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം. തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ സൂര്യന്റെ സ്ഥിതി കാരണം അച്ഛനുമായോ പിതൃതുല്യരായ വ്യക്തികളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സംസാരത്തിൽ വിട്ടുവീഴ്ച മനോഭാവം പുലർത്തുക. സാമ്പത്തികമായി ആഴ്ചയുടെ മധ്യത്തോടെ മെച്ചപ്പെട്ട സ്ഥിതി കൈവരും. പുതിയ വരുമാന മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നല്ല സമയമാണ്. വീട് മോടി പിടിപ്പിക്കാൻ പണം ചിലവാക്കും. ആഴ്ചയുടെ തുടക്കത്തിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ആഴ്ചയുടെ പകുതിയോടെ കാര്യങ്ങൾ അനുകൂലമാകും. സാമ്പത്തിക സ്ഥിതിയിൽ പുരോഗതി ഉണ്ടാകും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അശ്രദ്ധ പാടില്ല. അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രത്തിന്റെ കാൽഭാഗം. സൂര്യൻ രാശിനാഥനായതിനാൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനോ വിദേശയാത്രയ്ക്കോ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കും. പിതാവിൽ നിന്നോ മുതിർന്നവരിൽ നിന്നോ സഹായം ലഭിക്കും. ഭാഗ്യസ്ഥാനത്ത് സൂര്യൻ നിൽക്കുന്നത് നിങ്ങൾക്ക് വലിയ ഗുണങ്ങൾ നൽകും. ദീർഘയാത്രകൾക്കും തീർത്ഥാടനങ്ങൾക്കും യോഗമുണ്ട്. സമൂഹത്തിൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും. എന്നാൽ ശനിയുടെ സാന്നിധ്യം മൂലം അലച്ചിലുകൾ കൂടും. തൊഴിൽപരമായ കാര്യങ്ങളിൽ അമിത ശ്രദ്ധ പുലർത്തുന്നത് തെറ്റുകൾ ഒഴിവാക്കാൻ സഹായിക്കും. കന്നിരാശി. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. ഈ ആഴ്ച അല്പം ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുക. അപ്രതീക്ഷിതമായി ചില ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് പങ്കാളികളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. സംയമനത്തോടെ പെരുമാറുന്നത് വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കും. പങ്കാളിയുമായുള്ള ബന്ധത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നേക്കാം. ഔദ്യോഗിക കാര്യങ്ങളിൽ മേലാധികാരികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യുക. ധനകാര്യ ഇടപാടുകളിൽ വളരെ ശ്രദ്ധ വേണം. അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. തുലാം രാശി. ഈ ആഴ്ച നിങ്ങൾക്ക് സാമ്പത്തികമായും ജീവിതപരമായും ഒരു അനുകൂലമായ ഘട്ടം തുറന്നു നിൽക്കുകയാണ്. വരുമാന മാർഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നല്ല ലാഭസൂചനകൾ കാണപ്പെടുന്നു. നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ മുന്നേറ്റവും അംഗീകാരവും കൈവരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പിന്തുണയും സഹകരണവും ഈ സമയത്ത് വലിയ പങ്ക് വഹിക്കും. അവരുടെ സഹായത്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ സുഖസമൃദ്ധിയും സ്ഥിരതയും അനുഭവപ്പെടും. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിനും നിക്ഷേപങ്ങൾ ആലോചിക്കുന്നതിനുമുള്ള സമയം അനുകൂലമാണ്. പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ സഹായം അല്ലെങ്കിൽ മാർഗനിർദ്ദേശം നിങ്ങളുടെ മുന്നേറ്റത്തിൽ നിർണായകമാകാൻ സാധ്യതയുണ്ട്. ഭാവിയെ മുൻനിർത്തി ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഏറെ പ്രയോജനകരമാകും. ചെറിയ മാറ്റങ്ങൾ പോലും നിങ്ങളുടെ ജീവിത ഗുണം മെച്ചപ്പെടുത്താൻ സഹായിക്കും. പ്രണയ ജീവിതത്തിൽ പതുക്കെ ഒരു സുന്ദരമായ റൊമാൻറ്റിക് അന്തരീക്ഷം രൂപപ്പെടും. മനസ്സിൽ സന്തോഷവും ശാന്തതയും നിറയും. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയും ദാമ്പത്യ ജീവിതത്തിൽ സൗഹൃദവും സന്തോഷവും വർദ്ധിക്കുകയും ചെയ്യും. ശുക്രന്റെ സ്വാധീനം നിങ്ങളെ കൂടുതൽ ആകർഷകമാക്കുന്ന കാലഘട്ടമാണിത്. എന്നാൽ നിങ്ങളുടെ വാക്കുകളിൽ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ്. അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യും. ആരോഗ്യകാര്യങ്ങളിൽ അമിതമായ അലസത ഒഴിവാക്കേണ്ടതാണ്. ശരീരവും മനസ്സും സജീവമായി നിലനിർത്താൻ ശ്രദ്ധിക്കുക. കുടുംബ ബന്ധങ്ങളിൽ ചെറിയ അകൽച്ചകൾ തോന്നാമെങ്കിലും അത് താൽക്കാലികമായിരിക്കും.
ആഴ്ചയുടെ അവസാനം നിങ്ങൾക്ക് സന്തോഷകരമായ അനുഭവങ്ങളും മനസ്സിന് സമാധാനവും ലഭിക്കുന്ന സൂചനകൾ ശക്തമാണ്. വൃശ്ചികം രാശി, വിശാഖം കാൽ, അനിഴം തൃക്കേട്ട. ഈ ആഴ്ച ചൊവ്വയും ശനിയുമായുള്ള സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായി പ്രതിഫലിക്കുന്ന സമയമാണ്. അതിനാൽ ഔദ്യോഗിക രംഗത്ത് ചില സമ്മർദ്ദങ്ങളും ഉത്തരവാദിത്തങ്ങളും വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടാം. എങ്കിലും ക്ഷമയും സമാധാനവും കൈവിടാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വിജയത്തിലേക്കുള്ള വഴി തുറക്കും. പ്രവർത്തന മേഖലയിൽ മുന്നേറ്റം ഉറപ്പാണ്. നിങ്ങൾ ഏറ്റെടുത്ത പ്രൊജക്റ്റുകളിൽ വിജയം നേടാൻ കഴിയുന്ന സമയമാണിത്. പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായ യാത്രകൾ നിങ്ങളെ പുതിയ അവസരങ്ങളിലേക്ക് നയിക്കും. ഈ യാത്രകളിലൂടെ ഭാവിയിൽ വലിയ സഹായം നൽകുന്ന ഒരാളുമായി പരിചയം സ്ഥാപിക്കാനുള്ള സാധ്യതയും ശക്തമാണ്. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത അനിവാര്യമാണ്. അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ ധനകാര്യ നിയന്ത്രണം പാലിക്കുക. ഈ ആഴ്ച കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒഴിവാക്കുന്നതാണ് കൂടുതൽ ബുദ്ധിപരമായ തീരുമാനം. ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കരുത്. ചെറിയ പ്രശ്നങ്ങളെന്ന് കരുതി അവഗണിക്കുന്ന കാര്യങ്ങൾ പിന്നീട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ഇടയുണ്ട്. പ്രത്യേകിച്ച് യാത്രകൾക്കിടെ സമ്മർദ്ദം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ആവശ്യമില്ലാത്ത യാത്രകൾ മാറ്റിവെക്കുന്നതും നല്ലതാണ്. കുടുംബപരമായ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിൽ ചില ആശങ്കകൾ ഉയരാം. എന്നാൽ ശാന്തമായ സമീപനം സ്വീകരിച്ചാൽ അവയ്ക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. പ്രണയ ജീവിതത്തിൽ പരസ്പര വിശ്വാസവും സ്നേഹവും കൂടുതൽ ശക്തമാകുന്ന ഘട്ടമാണിത്. ബന്ധങ്ങളിൽ സന്തോഷവും അടുപ്പവും വർദ്ധിക്കും. ആഴ്ചയുടെ അവസാനത്തിൽ ചില പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ നിങ്ങളുടെ മനോവിശ്വാസവും ക്ഷമയും നിങ്ങളെ അതിലൂടെ സുരക്ഷിതമായി കടത്തിക്കൊണ്ടുപോകും. ധനുരാശി, മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം. ഈ ആഴ്ച നിങ്ങളുടെ ഉള്ളിലെ സർഗാത്മക ശക്തി ഉണർന്നു പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ്. നിങ്ങളിൽ നിക്ഷിപ്തമായ കഴിവുകൾ പുറത്തെടുക്കാനും അതിലൂടെ അംഗീകാരം നേടാനും നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനരംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ അനുകൂലമായ സമയം തന്നെയാണ് ഇത്. ദൂരയാത്രകൾക്ക് സാധ്യതകൾ ശക്തമാണ്. കൂടാതെ ആ യാത്രകൾ പുതിയ അവസരങ്ങളിലേക്കുള്ള വാതിലുകൾ തുറക്കുന്നതായിരിക്കും. പ്രവർത്തന മേഖലയിലും മുന്നേറ്റം വ്യക്തമായി കാണാം. നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രൊജക്റ്റുകൾ വിജയപാതയിലേക്ക് നീങ്ങുകയും അതിന്റെ പുരോഗതിയിൽ നിങ്ങൾക്ക് വലിയ സംതൃപ്തി അനുഭവപ്പെടുകയും ചെയ്യും. ഈ സന്തോഷം ഒരു ആഘോഷ മൂഡിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനും ഇടയുണ്ട്. കുടുംബത്തോടൊപ്പം ഗുണമേന്മയുള്ള സമയം ചെലവഴിക്കാൻ കഴിയുന്ന ഒരാഴ്ച കൂടിയാണ് ഇത്. മക്കളുടെ കാര്യത്തിൽ അഭിമാനകരമായ വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ സന്തോഷം നിറയ്ക്കും. സാമ്പത്തികമായി ഈ സമയം സ്ഥിരതയും സുരക്ഷയും നൽകുന്നതായിരിക്കും. എങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വിട്ടുവീഴ്ച ചെയ്യരുത്. ചെറിയ അസ്വസ്ഥതകൾ പോലും ഗൗരവത്തോടെ കാണുന്നത് നല്ലതാണ്. എന്നിരുന്നാലും ആഴ്ചയുടെ അവസാനത്തോടെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ സുഖസമൃദ്ധിയിലേക്ക് നയിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കും. അത് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു പുതുവൈഭവം നൽകുന്ന ഘട്ടമായിരിക്കും. മകരം രാശി, ഉത്രാടത്തിന്റെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി. ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ നിറയുന്ന ഒരു ഘട്ടമാണ്. തൊഴിൽ രംഗത്ത് വലിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. അതിനാൽ അലച്ചിലുകളും തിരക്കുകളും വർദ്ധിച്ചേക്കാം. എങ്കിലും നിങ്ങൾ ചെയ്യുന്ന പരിശ്രമത്തിന് തക്കതായ ഫലങ്ങൾ ലഭിക്കുന്ന സമയം തന്നെയാണ് ഇത്. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു സന്തുലിതാവസ്ഥ പാലിച്ചു മുന്നേറുകയാണെങ്കിൽ ജീവിതത്തിൽ സ്ഥിരതയും സുഖസമൃദ്ധിയും കൈവരിക്കാൻ സാധിക്കും. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി സൂക്ഷ്മമായി തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമാകും. വീട് മാറ്റം അല്ലെങ്കിൽ വീടിന്റെ നവീകരണം സംബന്ധിച്ച ചിന്തകൾ ഈ സമയത്ത് ഉയരാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും അനുകൂലമായ സമയം തന്നെയാണ്. കൂടാതെ സുഹൃത്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന സഹായവും പിന്തുണയും നിങ്ങളുടെ മുന്നേറ്റത്തിന് കരുത്താകും. പ്രണയ ജീവിതത്തിൽ നിങ്ങൾ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. ബന്ധത്തിൽ കൂടുതൽ വ്യക്തതയും സന്തോഷവും അനുഭവപ്പെടും. മനസ്സിൽ ശാന്തതയും നിറവും ഉണ്ടാകുന്ന കാലഘട്ടമാണിത്. ഈ ആഴ്ച നടത്തുന്ന യാത്രകൾ നിങ്ങളെ സുഖകരമായ അനുഭവങ്ങളിലേക്ക് നയിക്കും. എന്നാൽ കുടുംബപരമായ വിഷയങ്ങളിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ക്ഷമയും സമാധാനവും പാലിച്ചാൽ പ്രശ്നങ്ങൾ എളുപ്പത്തിൽ പരിഹരിക്കാനാകും.
ആഴ്ചയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് ആത്മീയതയിലേക്ക് കൂടുതൽ അടുപ്പം തോന്നാൻ സാധ്യതയുണ്ട്. എങ്കിലും മതപരമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ശാന്തമായ ഏകാന്ത സമയം ചെലവഴിക്കാനോ നിങ്ങൾ ആഗ്രഹിക്കാം. ഈ സമയം നിങ്ങളുടെ മനസ്സിന് പുതുശക്തിയും സമാധാനവും നൽകുന്നതായിരിക്കും. കുംഭം രാശി, അവിട്ടത്തിന്റെ അവസാന പകുതി, ചതയം പൂരൂരുട്ടാതിയുടെ മുക്കാൽ ഭാഗം. ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരതയും മുന്നേറ്റവും കൈകോർക്കുന്ന ഒരു ഘട്ടമാണ്. സാമ്പത്തിക നില സുസ്ഥിരമായി തുടരുന്നതിനോടൊപ്പം നിങ്ങളുടെ മികച്ച ഭാവിക്കായി നിങ്ങൾ ഉറച്ച ആസൂത്രണങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങും. ഈ തീരുമാനങ്ങൾ ഭാവിയിൽ വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. ധനകാര്യ രംഗത്ത് ശുഭസൂചനകൾ വ്യക്തമാണ്. പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ശക്തമാവുകയും ധനവർദ്ധനവിന് അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടുകയും ചെയ്യും. കൂടാതെ പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. പ്രണയജീവിതത്തിൽ പരസ്പര സ്നേഹവും അടുപ്പവും കൂടുതൽ ശക്തമാകുന്ന സമയം കൂടിയാണ് ഇത്. ബന്ധങ്ങളിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും. സാമൂഹിക രംഗത്തും നിങ്ങൾ സജീവമാകുന്ന ഘട്ടമാണിത്. വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനും പുതിയ ആളുകളുമായി ബന്ധം സ്ഥാപിക്കാനും അവസരം ലഭിക്കും. ഇത് നിങ്ങളുടെ വ്യക്തിത്വ വളർച്ചയ്ക്കും ഭാവി സാധ്യതകൾക്കും സഹായകരമാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ കാണുന്നു. അത് വീട്ടിൽ സന്തോഷവും ഉത്സാഹവും നിറയ്ക്കും. എന്നാൽ യാത്രകളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ പണമിടപാടുകളിൽ സൂക്ഷ്മത പാലിക്കുക. ചെറുതായി തോന്നുന്ന കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുന്നത് അനാവശ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. മൊത്തത്തിൽ ചിന്താപൂർവമായ തീരുമാനങ്ങളും ശാന്തമായ സമീപനവും സ്വീകരിച്ചാൽ ഈ ആഴ്ച നിങ്ങൾക്ക് നേട്ടങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടമാകും. മീനം രാശി, പൂരൂരുട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഈ ആഴ്ച ഗ്രഹനില പ്രകാരം അല്പം ജാഗ്രതയും ആത്മനിയന്ത്രണവും ആവശ്യമായ ഘട്ടമാണ്. ജന്മരാശിയിൽ ശനിയും ചൊവ്വയും സ്ഥിതി ചെയ്യുന്നതിനാൽ മനസ്സിൽ ഒരു അസ്വസ്ഥതയും ആശയക്കുഴപ്പവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ ധൃതി പിടിച്ചുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കി ശാന്തമായ ചിന്തയോടെ മുന്നോട്ടു പോകുന്നത് ഏറ്റവും ഉചിതമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത നിർബന്ധമാണ്. ചെലവുകൾ നിയന്ത്രിക്കുകയും ആലോചിച്ചുള്ള തീരുമാനങ്ങൾ മാത്രമേ എടുക്കുകയും ചെയ്യേണ്ട സമയം കൂടിയാണിത്. ഈ ആഴ്ച അലസതയും മന്ദഗതിയും നിങ്ങളെ ബാധിക്കാനിടയുള്ളതിനാൽ ആത്മവിശ്വാസം കൈവിടാതെ കാര്യങ്ങളിൽ സജീവമായി തുടരാൻ ശ്രദ്ധിക്കുക. കുടുംബവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ മനസ്സിൽ അശാന്തി സൃഷ്ടിക്കാം. പ്രത്യേകിച്ച് ഒരു പിതൃതുല്യ വ്യക്തിയുടെ ആരോഗ്യത്തെ ചൊല്ലി ആശങ്കകൾ ഉയരാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യങ്ങളിൽ നിങ്ങൾ ശാന്തവും പിന്തുണയുമുള്ള സമീപനവും സ്വീകരിക്കുന്നത് പ്രധാനമാണ്. യാത്രകളിൽ നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറയേണ്ടത് അനിവാര്യമാണ്. ആശയവിനിമയം വ്യക്തമായാൽ മാത്രമേ ആ യാത്രകൾ വിജയകരമാകൂ. ആത്മീയ കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധ ഈ സമയത്ത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. ധ്യാനം, പ്രാർത്ഥന എന്നിവ മനസ്സിനെ ശാന്തമാക്കാനും സമത്വം നിലനിർത്താനും സഹായിക്കും. ആരോഗ്യപരമായി പ്രത്യേകമായ ശ്രദ്ധ ആവശ്യമാണ്. ചെറിയ അസ്വസ്ഥതകളെ പോലും അവഗണിക്കാതെ ശരീരത്തിനും മനസ്സിനും ആവശ്യമായ വിശ്രമം നൽകുക. പ്രത്യേകിച്ച് ഈ ആഴ്ച തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഒഴിവാക്കുന്നത് നിങ്ങൾക്ക് ഏറെ ഗുണകരമായിരിക്കും. ശാന്തതയും സഹിഷ്ണുതയും പാലിച്ചാൽ ഈ ഘട്ടം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ കടന്നു പോകാൻ സാധിക്കും. ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ഫലങ്ങൾ പൊതുവായ ഗ്രഹനിലകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് ഓർക്കുക. ഓരോ വ്യക്തിയുടെയും ജനന സമയം, ലഗ്നം, ദശാകാലം എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗ്രഹാചാരങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും സമാധാനത്തോടെയും ശുഭചിന്തയോടെയും മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് ഈ വാരം കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഈ ജ്യോതിഷ കുടുംബത്തിൽ ഇതുവരെ അംഗമായിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ ഓരോ പിന്തുണയും പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് വലിയ പ്രചോദനമാണ്. എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു സുഖകരമായ വാരം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.